ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മകരമാസം 12-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 25-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 29 നാഴിക മൂലവും ബാക്കി പൂരാടവുമാണ്. അപ്പോൾ അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ശർമാജി, താങ്കളുടെ പരിപാടി ദിവസവും കാണാറുണ്ട്. എൻ്റെ മകൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അന്നു മുതൽ എൻ്റെ മകളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. +2 പാസ്സായി. ഇപ്പോൾ മംഗലാപുരത്ത് BSc MLT കോഴ്സിന് പഠിക്കുന്നു. മകളുടെ ജാതകം ഈ അടുത്ത് എഴുതിച്ചു. മകൾ 1998 ഫെബ്രുവരി 21 ശനിയാഴ്ച തൃക്കേട്ട് 1:58 PM ജനിച്ചത്. അവൾക്കും എന്നെപ്പോലെ വൈവാഹിക ജീവിതത്തിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അന്നു മുതൽ ഞാൻ മാനസികമായി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം സ്വന്തം ജീവിതം പോലും മറന്ന് അവൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് എൻ്റെ ജീവിതം. അവളുടെ വിവാഹ വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ജോലി കിട്ടുമോ? വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാതെ പരിഹരിക്കാനുള്ള ഉപാധി പറഞ്ഞു തരണം. ഞാൻ 1969 മെയ് 14 രാത്രി 9:25 അശ്വതി നക്ഷത്രത്തിലാണ് ജനനം. എൻ്റെ നക്ഷത്രവും അവളുടെ നക്ഷത്രവും വേദ നക്ഷത്രമാണ് എന്ന് പറയുന്നു. അതിനാലാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലതൊന്നും അവൾ അനുസരിക്കാറില്ല? എന്നാണ് മകൾക്ക് കല്യാണത്തിന് പറ്റിയ സമയം? ഏത് ദിശയിൽ എന്ത് ജോലിയുള്ള ആളായിരിക്കും? എല്ലാം വിശദമായി പറഞ്ഞു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ അമ്മയും മകളും തങ്ങളിൽ വേദനക്ഷത്രങ്ങൾ തന്നെയാണ്. വേദം എന്ന് പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ചെറുപ്പം മുതലേ രൂഢമൂലമായിരിക്കുമെന്നും അത് പിൽക്കാലങ്ങളിൽ അത് രൂക്ഷമായ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ഉണ്ടാകുന്നത് അത് പ്രായോഗിക തലത്തിൽ ജീവിതത്തിൽ ഏറ്റുമുട്ടേണ്ടി വരുമെന്നും ചിന്തിക്കണം. അങ്ങനെ വരുന്ന ദോഷങ്ങളെയാണ് വേദം എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യൻ ഒന്നിൽ നിന്ന് എന്ന് രണ്ടായോ അന്ന് മുതൽക്കുണ്ടാവുന്നതാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളല്ല വേദദോഷങ്ങൾ എന്ന് അറിഞ്ഞുകൊള്ളുക. മാതൃഭക്തിയും മകൾ എന്നുള്ള വാത്സല്യവും ഉണ്ടാകുന്നിടത്തോളം കാലം ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് വേദനക്ഷത്രങ്ങൾ തങ്ങളിൽ അമ്മ മകളായിരുന്നാലും ഭാര്യാഭർത്താക്കന്മാരായിരുന്നാലും കാമുകന്മാരായിരുന്നാലും കൂട്ടു ബിസിനസ്സുകൾ ആയിരുന്നാലും കൂട്ടു പ്രസ്ഥാനങ്ങൾ ആയിരുന്നാലും വിവിധ ചേരികൾ ലയിച്ച് നിൽക്കുന്നവരായിരുന്നാലും അവർ പിന്നീട് നെല്ലും പതിരും പോലെ വേർതിരിക്കപ്പെടും. അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ശക്തമായ ഭിന്നാഭിപ്രായങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ അഭിപ്രായം ഏകീകരണത്തോടു കൂടി പോയാലും അതിന് ഫലം ഉണ്ടാവത്തില്ല. അതിനൊരു അഭിവൃദ്ധി, ഐശ്വര്യം, അതിനൊരു പൂർണ്ണത കൈവരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ആദിത്യനും ചൊവ്വയും വ്യാഴവും ബുധനും കേതുവും ശനിയും നിൽക്കുന്ന 6 ഗ്രഹങ്ങളുണ്ട്. അതിൽ 5 ഗ്രഹങ്ങൾ തങ്ങളിൽ ഒരു യുദ്ധമാണ് ഇതിനകത്തുള്ളത്. അതായത് പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. 6 ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്ന് ഗ്രഹമായിട്ട് കൂട്ടുന്നില്ല. സാങ്കല്പിക ഗ്രഹമാണ് കേതു. എങ്കിലും മറ്റ് ഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ അതേ ശക്തി തന്നെ ആ ഗ്രഹത്തിനും കൊടുക്കണം. ഇങ്ങനെ വരുമ്പോൾ വിവിധങ്ങളായ വിദ്യാഭ്യാസങ്ങൾ പലതും ചെയ്തിട്ട് ഒന്നിനും പൂർണ്ണത വരാതിരിക്കുന്ന ഒരു യോഗമാണ് കാണുന്നത്. എന്നാൽ എല്ലാ രംഗങ്ങളിലും സ്പർശനം ഉണ്ടാവും. സകല കലാവല്ലഭ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരും. സകല വിദ്യകളും ടച്ച് ചെയ്യും. പക്ഷേ ഒന്നിലും പരിപൂർണമായ ശോഭിക്കാനായിട്ട് ഒക്കത്തില്ല. ഇത്തരം ഗ്രഹനിലയുള്ളവർ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ തന്നെ കഴിവതും പഠിച്ച് അതിൻ്റെ മറുകര തേടാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ അതിന് പലതരത്തിലുള്ള കഴിവഴികൾ യഥാത് കാലഘട്ടങ്ങളിൽ എത്തിച്ചേരുകയും മനസ്സും ഏകാഗ്രതയും ശ്രദ്ധയും പ്രവർത്തനവും അത് വിഘടിച്ച് പോകാനുള്ള സാധ്യതകളും വരുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ സമാന സ്വഭാവം, സമാന ചിന്താഗതിയുള്ള, സമാനത്വമുള്ള മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ വ്യാപരിച്ച് ഏതെങ്കിലും ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ ആദർശപരമായിട്ടും ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിട്ട് തീരും. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ രാജ്യാന്തര പ്രശ്നങ്ങളില്ല,
ഏത് സ്റ്റേറ്റുകൾ ഉള്ള വ്യക്തികളാണെന്നുള്ള പ്രസ്ഥാനമില്ല, അനുഭവത്തിൽ ഇതെല്ലാം ഒന്നായിട്ട് തന്നെ വരും. അതുകൊണ്ട് മകളുടേതായ തോന്നുന്ന രീതിയിലേക്ക് ഉള്ള വിദ്യാഭ്യാസ പ്രവർത്തനം, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിലേക്ക് വിടുകയും അതിലേക്ക് കൂടുതൽ ആയിട്ട് അടിച്ചമർത്താൻ പോവാതെ ഇരിക്കുകയും അമ്മയ്ക്ക് അമ്മയുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയും ചെയ്യുക. അഭിപ്രായ സമന്വയം ഏതെങ്കിലും ഭാഗത്തുണ്ടാകുമെങ്കിൽ അതിനൊരു മൂന്നാം കക്ഷി, ഈ വേദ നക്ഷത്രങ്ങളില്ലാത്ത ഒരു മൂന്നാം കക്ഷിയങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതായിരിക്കും ഈ കൂട്ടത്തിൽ ബുദ്ധി. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും പേരിൽ ഐകമത്യം എന്ന് പറയുന്ന ക്രിയാതുകൾ ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു സാമ്പത്തികപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു സർവ്വതിൻ്റെയും നേതൃത്വ പാടവത്തിലേക്ക് നിൽക്കുന്നവർ തമ്മിൽ വേദനക്ഷത്രക്കാർ ഒരു വള്ളത്തിൻ്റെ ആണെങ്കിലും അമരത്തിലോ ഫ്രണ്ടിലോ ആയിട്ട് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. അവർ സെപ്പറേറ്റ് കാര്യങ്ങളിൽ നിന്നാലേ അവർക്ക് വേണ്ട വളർച്ചകൾ ഉണ്ടാവുള്ളൂ. കല്യാണത്തിന് പറ്റിയ സമയം 2018 ജൂൺ മുതൽ 19 ജൂണിനകത്തായിട്ടാണ് കല്യാണത്തിന് പറ്റിയ സമയം. 7 ശുക്രൻ നിൽക്കുന്ന പുരുഷ ജാതകം ഉണ്ടെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ അത്യുത്തമമായിട്ട് തീരും. കാരണം മകൾക്ക് ലഗ്നാൽ 7 ശുക്രനാണ് നിൽക്കുന്നത്. കാരകസ്ഥാനെ, അതായത് വിവാഹകാരകനായ ശുക്രൻ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നത് വർജ്യം അല്ലെങ്കിൽ യോജ്യമല്ല എന്നും അതിന് കാലതാമസം വരും എന്നും യോജിച്ച ഭർത്താവിനെ കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെ കാത്തിരിപ്പ് എന്നും ഒരർത്ഥം ഉള്ളതിനാൽ 7 ശുക്രൻ തന്നെ നിൽക്കുന്ന ഒരു പുരുഷനെ യുവാവിനെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഈ പറഞ്ഞ കാലയളവിൽ വിവാഹം നടക്കും. അതിന് ശുക്രൻ എന്ന് പറയുന്ന ആഗ്രഹത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിന് ദുർഗാദേവിയെ ഭജിക്കുകയും ദുർഗയ്ക്ക് ലളിതാ സഹസ്രനാമ സംബന്ധമായിട്ട് ദുർഗാപത്മമിട്ട് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിരത്നികൊണ്ട സംഭൂതാം ദേവകാരി സമുദ്യതാം ഉദ്യൽപാന സഹസ്രാഭാം ചതുർബാഹു സമന്വിതാം രാഗസ്വരൂപവാച്യാഢ്യാം ക്രോധാങ്കാരാങ്കുശോജ്വലാം ശ്രീമാത്രേ നമ ശ്രീ മഹാരാജ്ഞിന്യേ നമ ചിരത്നികൊണ്ട സംഭൂതായേ നമ ദേവകാരി സമുദ്യതായേ നമ ഉദ്യൽപാന സഹസ്രാഭായേ നമ ചതുർബാഹു സമന്വിതായേ നമ രാഗസ്വരൂപപാശാഢ്യായേ നമ ക്രോധാകാരാം കുശോജ്വലായേ നമ. ഇങ്ങനെ തുടങ്ങുന്ന 1008 നാമാവലികൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകളും സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൾ താരാനായക ശേഖരാം സ്മിതമുഖി ആപീതവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരക്തചഷകം രക്തോൽപ്പലം ബിഭ്രതയും സൗമ്യാം കടസ്ഥരക്തചരണാം ധ്യായേൽ പരാമംബികാം ധ്യായേൽ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകരിതലസൽഹേമ പത്മവരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. സർവസമ്പത്തും പ്രദാനം ചെയ്യുന്ന ആ ലളിതാംബികയെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം തുടങ്ങി ഒരു വെള്ളിയാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ഒരു ദുർഗാപത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ദുർഗാഭവതിയെ സാങ്കല്പികപരമായി പത്മത്തിൽ ആവാഹിച്ച് മുൻ സൂചിപ്പിച്ച ലളിതാ സഹസ്രനാമങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകളൊക്കെ ചെയ്തു വന്നാൽ, അല്ലെങ്കിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിങ്കൽ പുഷ്പാർച്ചനകൾക്ക് ഏർപ്പാടുകൾ ആക്കി വരികയും ഡയമണ്ട്, അതായത് വജ്രം, ഒരു 80 സെൻറ്റ് മോതിരമായിട്ട് ഇടത്തെ മോതിരവിരലിൽ ധരിക്കുകയും ചെയ്തു വന്നാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശക്തിക്കുറവ് മാറിക്കിട്ടുകയും ഏറെക്കുറെ നല്ല വിവാഹബന്ധം വന്നു ചേരുകയും ഈ പറഞ്ഞ കാലയളവിൽ തന്നെ വിവാഹം നടക്കാൻ ഇടവരികയും ചെയ്യുന്നതാണ്. 7 ശുക്രൻ്റെ ദോഷങ്ങൾ തീരും. വേദദോഷങ്ങൾക്ക് ബുദ്ധിയും യുക്തിയും അതുപോലെ തന്നെ പ്രതിവിധികളും ചെയ്ത് 3 കൂടെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്.
ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം